ഹായ് ഫ്രണ്ട്സ്, നാത്തൂൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പ ചാളമീൻ വെച്ചിട്ട് കപ്പ മീൻ ബിരിയാണി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്, നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1/2 കിലോ മത്തിയെല്ലാം വെട്ടി തേച്ചെഴുതി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ കപ്പ ഞാൻ എല്ലാം കഴുകി കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അതോടൊപ്പം ആ മത്തിയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടും. ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. കപ്പയെല്ലാം തിളച്ച് വേകാറായി. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഊറ്റിയെടുക്കാനും പറ്റും. ഞാൻ കോരിയെടുക്കുകയാണ്. കാര്യം ചട്ടി ആയതുകൊണ്ടാണ്, മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ കോരിയെടുക്കുന്നത്. ഇനി ഈ കപ്പയെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കപ്പ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. വെള്ളം ഒട്ടും കാണരുത്, നല്ല കട്ടക്കിരിക്കണം. ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം പുളി ഞാൻ 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. നമുക്കതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇച്ചിരി വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ മുള്ളിനകത്തുനിന്ന് നമ്മളിതിനെ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ മുള്ള ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ വലിയ മുള്ളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അടർത്തിയെടുത്ത് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ നമുക്കിട്ട് കൊടുക്കാം. ഒരു 10 കഷ്ണം ചുമന്നുള്ളിയുണ്ട്, അതുകൂടെ ഞാനിടുകയാണ് ഇതിനകത്ത്. മൂന്ന് പച്ചമുളക്, വലിയ എരിവൊന്നുമില്ല, എന്തൊരു പച്ചമുളക്. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് അരിഞ്ഞ് എന്താ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലാകുമ്പോൾ എളുപ്പമൊന്നും ചതഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, തീരെ കുറച്ച് ഉലുവാപ്പൊടി, മൂന്നാല് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇതിനെ നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതിനെയെല്ലാം ഞാനൊന്ന് സ്മാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നൊന്ന് ചതയണം. പീര വറ്റിക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ ഒന്ന് ചതഞ്ഞിരിക്കണം. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതോട്ടിൽ നിന്ന് തണുക്കട്ടെ. മീനിൻ്റെ ബാക്കി വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് കൊണ്ടുവന്ന് പീര ഇട്ട് കൊടുക്കാം. അരപ്പെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. പുളിയുടെ കഷ്ണമൊന്നും ഇടണ്ട കേട്ടോ.
ഇതിനകത്ത് നമുക്ക് ലേശം ഉപ്പും കൂടി ഇടാം. ഇതിനെ ഒന്ന് വേവിക്കാം നമുക്ക്. ഇതും ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. ഇതൊരു ചെറിയ തീയിൽ അവിടെ നിന്ന് വേകട്ടെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മീനെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. അതിൻ്റെ മുള്ളില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്ക് ഇളക്കാൻ എളുപ്പമാണ്. ഈ വാലയിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക. എന്നിട്ടിങ്ങനെ കുടയാങ്കിൽ എളുപ്പം അങ്ങ് പോരും. വലിയ മുള്ളൊന്നും നമുക്ക് വേണ്ട. നമുക്കതൊക്കെ പെറുക്കി കളയാം. പുളിയൊന്നും ഇതിനകത്ത് ഇടണ്ട. നമുക്ക് മീൻ മാത്രം മതി. മീൻ്റെ കഷ്ണം മാത്രം, മുള്ളൊന്നും വേണ്ട. നിങ്ങൾ മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വലിയ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അത് കത്തിക്കൊന്ന് വലിച്ച് കളഞ്ഞാൽ നന്നായിരിക്കും. ഞാനിവിടെ അത് വലിച്ച് കളഞ്ഞില്ല. പക്ഷേ കുഴപ്പമില്ല, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. വലിയ മുള്ളെല്ലാം അതേ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മുള്ളുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് എടുത്ത് കളയണം. ചിലർക്ക് ഈ മുള്ള ഇഷ്ടപ്പെട്ടിട്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പം ഇതായി പോയെങ്കിലോ. അപ്പോൾ ആ വലിയ മുള്ളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കളഞ്ഞേക്കണം. നമ്മൾ വെച്ചിരുന്ന ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മീനെല്ലാം മുള്ളെല്ലാം കളഞ്ഞ് വെച്ചിരുന്നല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഉടഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു 2 മിനിറ്റ് ഇതിനകത്തിരിക്കട്ടെ. അരപ്പൊക്കെ ഇതിൻ്റെ മണ്ടയിൽ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇളക്കണ്ട, സ്പൂണിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. അതിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കും. അതുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. സവാളയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കപ്പ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തീരെ കുറച്ച് വെച്ചിരുന്നാൽ മതി. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കും.
ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സൈഡിൽ പതിയെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും ഉള്ളിയും കൂടെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയുടെ ചെറിയ നമ്മൾ എടുക്കുന്ന കഷ്ണത്തിന് കുറച്ച് മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റ് കൂടെ വരും. ഈ ഒരു രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചാള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമ്മൾ മുളകിട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഒരു വെറൈറ്റി ടേസ്റ്റാണ് തേങ്ങ ചതച്ചതിൽ ചെയ്യുമ്പം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.